എറണാകുളം മലയിടം തുരുത്തിയിലെ പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സദസ്സുമായി CPM കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതിഷേധിച്ച് 50ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പാരിയത്ത് കാവിൽ പ്രശ്നപരിഹാരത്തിന് ഇടത് സർക്കാർ തുടങ്ങിവെച്ച നടപടികൾ പൂർത്തീകരിക്കണമെന്ന് മുൻമന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടു. നേരത്തെ ശ്രീനിജൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ വന്ന് പോലീസും എല്ലാമായി കുടിയൊഴിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ അന്ന് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ഒരാളെന്ന നിലയിൽ അന്നത്തെ ജില്ലാ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. കാരണം കോടതി വിധി ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ പോലീസ് ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പൊ ഇത്രയും കാലമായി ഈ വിധി 2022 വന്ന് ഇതുവരെയും ഇവിടെ തന്നെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം, ആരെയും ഒഴിപ്പിക്കാതിരുന്നൊരു സാഹചര്യം നിലനിന്നത് അന്നത്തെ ഗവൺമെന്റ് എടുത്ത ഒരു സമീപനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. എന്നാൽ ഗവൺമെന്റ് മാറി വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഇതുപോലെ ഒരു നടപടി, അതും മുഖ്യമന്ത്രിയുടെ ജില്ലയ്ക്കകത്ത് തന്നെ ഇത്തരം നടപടി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ ഈ പ്രശ്നത്തിൽ സർക്കാർ കക്ഷിയായിരുന്നില്ല നേരത്തെ. പക്ഷെ എങ്ങനെ പരിഹാരം കാണാൻ കഴിയും? അങ്ങനെയാണ് MLAയും എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള 19 ഏക്കർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് നിർണയിച്ച് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചട്ടപ്രകാരം ഇവിടെ താമസിക്കുന്ന 14 കുടുംബങ്ങൾക്കും പട്ടയം കൊടുക്കാൻ കഴിയണം എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. പ്രദേശവാസികളിൽ പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ ചവിട്ടിക്കുട്ടി അവള് സാരി കൊടുത്തായിരുന്നു. അവള് പാർവാടി ടീച്ചറാ. അതിവിടെ വന്നപ്പോ കീറി, ബ്ലൗസൊക്കെ കീറി, ഈ ബ്ലൗസിന്റെ പുറവശമൊക്കെ കീറി. എന്നിട്ട് അവള് സാരി പോയിച്ചുകൊണ്ടാണ് വാരിക്കുട്ടി എടുത്തുകൊണ്ടാണെന്ന് വിടട്ട്. ഇനി മേലിൽ ഇങ്ങനെയുള്ള പോലീസുകാരെ ഇങ്ങനെ വിടരുത്. ഇങ്ങനെ വിട്ടുകഴിഞ്ഞ ഞങ്ങള് എന്തെങ്കിലും ഒന്ന് തീരുമാനപ്പെട്ടു. അത് മാത്രം എനിക്ക് പറയാനുള്ള. ഞങ്ങൾ രണ്ടാളും 963 ദിവസമായി. അപ്പൊ നിങ്ങൾ ദിവസം കൊല്ലം കൂട്ടണം. ഇത് സമരത്തിന് ഞങ്ങൾ 2 വന്നിരിക്കണ. ഈ പെണ്ണ് ഞങ്ങൾ പേടിച്ചു വരച്ചിരുന്ന അതിനൊക്കെ വീണ് കാറ്റും മഴയത്തും ഞങ്ങൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടിയാ. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇത് ഇടത് സർക്കാരിന്റെ കാലത്താണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. കാരണം കോടതിയുടെ നിർദ്ദേശമുണ്ട്. പോലീസ് ആ രീതിയിൽ പലപ്പോഴും ഇവരെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇത് വലിയ പ്രതിഷേധത്തിലേക്കും കയ്യാങ്കളിയിലേക്കും നീങ്ങിയിരിക്കുന്നു. CPM അത് രാഷ്ട്രീയ ആയുധമാക്കുന്നു. ഒരു പ്രശ്നപരിഹാരം വേണമെന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ക്രൂരമായ തരത്തിലെന്ന് പോലീസ് നടപടികൾ ഉണ്ടായത് ഇന്നലെയാണ്. അത് ഈ മുൻപ് 14 തവണയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി 14 തവണ അഭിഭാഷക കമ്മീഷൻ അവിടെ വന്നു പോയിരുന്നതാണ്. ഇത്തവണയും ഒന്നും ഉണ്ടാകാത്ത പ്രശ്നമാണ് ഇന്നലെ ഉണ്ടായത്. പോലീസ് ആളുകളെ, അതായത് 50ഓളം വരുന്ന ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട മർദ്ദനമേറ്റത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയും അതുപോലെ നമ്മളോട് സംസാരിച്ച ആ സ്ത്രീ പറയുന്നത് പോലെയും സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പരിഗണന നൽകാതെയാണ് പോലീസ് ഇന്നലെ അവിടെ ആളുകളെ മർദ്ദിച്ചത്. അതായത് കയ്യേറ്റം നടത്തിയിരുന്നു പോലീസ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം തന്നെ ആദ്യം ഒരു ഘട്ടത്തിൽ ഒഴിപ്പിക്കലിന് വന്ന ശേഷം പിന്നീട് പോലീസ് തിരിച്ചു പോവുകയും പിന്നീടാണ്, അതായത് ആളുകളൊക്കെ ഒന്ന് ശമിച്ച ശേഷമാണ് വീണ്ടും അഭിഭാഷക കമ്മീഷനും പോലീസുമായി എത്തുന്നതും ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നതും. വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറൽ SP DIG റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ നടന്ന സംഭവങ്ങളിൽ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ അഭിഭാഷക കമ്മീഷൻ സമർപ്പിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഈ പുതിയ സർക്കാർ അധികാരത്തിലെത്തി അധികം താമസിയാതെ തന്നെ, അതായത് അതിന്റെ ഒരു ബാലാരിഷ്ടം മാറുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വലിയ സമരത്തിലേക്ക് CPM ഇടപെടുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് സംരക്ഷണ സദസ്സ് CPM അവിടെ ഒരുക്കിയിട്ടുണ്ട്. CPMന്റെ നേതൃത്വത്തിൽ അവിടെ സമര പരിപാടികൾ ഉണ്ടാകും. ഇനിയും ഇത്തരം നടപടിക്രമങ്ങൾ അനുവദിക്കാനാകില്ല. ഈ 14 തവണയും LDF സർക്കാർ, ഇടത് സർക്കാർ ഇവിടുത്തെ ആളുകളെ സംരക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നതും. അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ ഉത്തരവുള്ളപ്പോഴും
ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിനുള്ള രീതികൾ ഇതായിരുന്നില്ല. ഓരോ തവണയും 14 തവണ എന്ന് പറയുമ്പോൾ ഓരോ തവണയും ഈ അഭിഭാഷക കമ്മീഷൻ വരുമ്പോൾ അവിടെ പ്രക്ഷോഭം ഉണ്ടാകുകയും ആളുകളുമായി സംസാരിക്കുകയും ഇത് നടപ്പിലാവില്ല, ജനകീയ പ്രക്ഷോഭമാണ്, ജനരോഷം ഉണ്ടാകുമെന്ന് പേടിച്ച് ഇവർ തിരിച്ചു പോകുന്ന സാഹചര്യം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് ആളുകളുടെ നേരെ കൈവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെയാണ്. അത് അതിരൂക്ഷ വിമർശനത്തിനാണ് സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നതും. അതും പുതിയ സർക്കാർ, പുതിയ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറുക എന്ന് പറയുന്നത് അപലപനീയമാണ് എന്ന് തന്നെയാണ്. ഒരു തരത്തിലുള്ള പോലീസ് നടപടികൾക്കും ജനങ്ങൾ വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് പി രാജീവ് ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട ആളുകളെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ പറഞ്ഞത്. ഇത് ഓരോ വീടുകളിലും പി രാജീവും സംഘവും സന്ദർശിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതാണ് എന്തായാലും കോടതി ഉത്തരവ് നടപ്പാക്കണം. പക്ഷെ അത് ഈ രീതിയിൽ ബലപ്രയോഗത്തിലൂടെ വേണോ വേണ്ടയോ എന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ ആലോചിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ CPM ഇതൊരു വലിയ രാഷ്ട്രീയായുധമാക്കും. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഇവരുടെ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു കിടപ്പാടം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടൊരു നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.